ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് നീളും, നിങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ഹെയർ കണ്ടീഷണർ, റോസ്മേരി വെച്ചിട്ട് ഹെർബ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മുടി കൊഴിയും എന്ന് പറയും. പക്ഷേ മുടി കൊഴിച്ചിൽ അതെല്ലാവർക്കും എല്ലാത്തിനും ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ തലയിലുള്ള മുടി എപ്പോഴും തലയുടെ ഉള്ളിലിരിക്കില്ല, അത് കൊഴിഞ്ഞു പോകും കുറച്ചൊക്കെ. പക്ഷെ ഊരിപ്പോകുന്ന ഒരവസ്ഥ, അതായത് നമ്മളിപ്പോൾ കോമ്പ് വെച്ച് നമ്മൾ ചീകുമ്പോൾ അതുമ്പോൾ നിറയെ മുടിയിരിക്കുക, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് കയ്യിൽ കുറേ വരാ, എപ്പം മുടി തുറന്നാലും കുറേ മുടി ഇങ്ങനെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയുള്ളവർക്കോ അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന. അതുപോലെ ഓയിൽ ഉപയോഗിക്കാൻ മടിയുള്ളവരുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർ, എനിക്കും ഓയിലിനോട് വലിയ താല്പര്യമില്ല. ഓയിൽ ഉപയോഗിക്കുക ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും, ആ ഒരു ഇത് എനിക്കിഷ്ടമില്ല. പിന്നെ സ്കാൽപ്പ് ഡ്രൈ ആവുക, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കളർ കൊടുത്തിട്ടും, അതുപോലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഹെയർ ഡ്രയർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ, അതുപോലെ നമ്മുടെ സ്ട്രൈറ്റനിങ് ചെയ്യാനായിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നവർ, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. മുടി റിപ്പയർ ചെയ്യാനും ഡാമേജ് തീർക്കാനൊക്കെ പറ്റുന്ന ഒരു ഹെയർ കണ്ടീഷണറാണ് ഇത്. കഴുകി കളയേണ്ട ആവശ്യമില്ല, നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ പരട്ടാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫോമുല, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഹെയർ കണ്ടീഷണർ പല കാര്യങ്ങളുടെ മിക്സ് ആണ്. ഇതിൽ രണ്ട് ടൈപ്പ് വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ B5 ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലുകളുണ്ട്. കോക്കനട്ട് ഓയിൽ, അർഗൻ ഓയിൽ, കാസ്റ്റർ ഓയിൽ, പിന്നെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ഉണ്ട്. പിന്നെ പ്രോട്ടീൻ ഉണ്ട്, റൈസ് പ്രോട്ടീൻ, പോലെ അലോവേര ജ്യൂസ് ഉണ്ട്, പിന്നെ റോസ്മേരി വാട്ടർ, പിന്നെ ഗ്ലിസറിൻ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു സെഗ്മെന്റ് ആയിട്ട് പറയുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓയിലുകൾ നമ്മൾക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഓയിൽ പലപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഓയിൽ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് സ്കാൽപ്പ് ഡ്രൈ ആക്കും. അപ്പോൾ നമുക്ക് ആ സ്കാൽപ്പ് ഡ്രൈനെസ് മാറ്റാനും, അതുപോലെ മുടിയിൽ മോയ്സ്ചർ നിർത്താനും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മോയ്സ്ചർ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വൈറ്റമിൻ B5ഉം അതുപോലെ തന്നെ ഗ്ലിസറിൻ. ഇത് രണ്ടും നമുക്ക് മോയ്സ്ചർ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരി വാട്ടർ, അത് ഹെയറിൽ, നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പം മുടി കൊഴിച്ചിൽ വളരെയധികം കുറയും. അതുകൊണ്ടാണ് റോസ്മേരിയുടെ ഇത് ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഗുവാർ ഗമ്മോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മുടിയിലെ സ്കാൽപ്പിൽ അലോവേര ജ്യൂസും ഈ ഗുവാർ ഗമ്മും ഇതൊക്കെ നമ്മുടെ സ്കാൽപ്പിന് ഒരു പ്രൊട്ടക്ഷൻ പോലെയാണത്. അത് ഈ താരനുള്ളവർക്കൊക്കെ ഒത്തിരി ഇഫക്റ്റീവാണ്. പ്രത്യേകിച്ച് ഈ അലോവേര ജ്യൂസ് അതിന് ഫേമസ് ആണ്, താരം കളയാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിന് നമ്മൾ സെറ്റൈൽ ആൽക്കഹോൾ ആൻഡ് BTMS-50, ഇതിൽ ഏറ്റവും നമുക്ക് മുടിക്ക് തിളക്കവും, അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കര സ്മൂത്ത് ചെയ്ത് നിർത്തുന്നത് ഈ BTMS-50 എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോമുല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണിക്കുന്നത് അർഗൻ ഓയിലാണ്. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഓയിലാണ്, പക്ഷെ അത് നറിഷ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത്, അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കൽസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് നിർത്തും. അതുപോലെ മുടിക്ക് ഒരു ഷൈനിങ് കൊണ്ടുവരും. ഇത്തിരി കോസ്റ്റ്ലി ആണ് ഈ അർഗൻ ഓയിൽ, എന്നാലും ഭയങ്കര ഇഫക്റ്റീവാണ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് വാട്ടർ ബേസ് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ബേസ് പ്രിപ്പയർ ചെയ്യും. അത് ശരിക്കും നമ്മളൊരു ക്രീം ഉണ്ടാക്കുന്ന പ്രൊസീജിയർ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ക്രീമുകളൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇതിലും ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഇൻഗ്രീഡിയൻസ് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റോസ്മേരി വാട്ടർ ആദ്യം പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് നമ്മൾ 2 ഗ്രാം റോസ്മേരി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 55.5 ആണ് നമ്മൾ ഫോമുലയിൽ വെള്ളം ഉപയോഗിക്കുന്നത്. എന്നാൽ അതൊരു 60-65 വരെ എടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ റോസ്മേരിയിലേക്ക് നമ്മൾ ഇത് ഒഴിക്കണം. ഒരിക്കലും ഇട്ട് തിളപ്പിക്കല്, കാരണം ഹെർബ്സ് ഒരിക്കലും ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. എന്നിട്ട് അതൊരു 7-8 മണിക്കൂർ വരെ അത് നമ്മൾ നന്നായിട്ട് അത് കവർ ചെയ്ത് വെക്കാം. അത് നന്നായിട്ട് അതിൽ തരികളൊന്നും ഇല്ലാതെ നമ്മൾ അത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഫിൽട്ടർ ചെയ്ത് ബാക്കി വരുന്ന ഈ ഹെർബ് കളയണ്ട. അത് നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട് പാക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അലോവേര ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അലോവേര ജ്യൂസ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. എപ്പോഴും ജ്യൂസ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കളർ വൈറ്റിൽ നിന്ന് മാറും, അത് ഓക്സിഡൈസ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ദോഷങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. നമുക്കൊരു ഭംഗി കുറവുണ്ടാവും ആ ജ്യൂസിന് എന്നുള്ളതേ ഉള്ളൂ. ഇതാണ്. അപ്പം നമ്മളത് വാട്ടർ ബേസ് മാറ്റി വയ്ക്കാം, മെഷർ ചെയ്തെടുത്തിട്ട്. ഇതാണ് BTMS-50 എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇപ്പോൾ BTMS-50, അതുപോലെ തന്നെ സെറ്റൈൽ ആൽക്കഹോൾ, അതുപോലെ തന്നെ അർഗൻ ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഇത് എല്ലാ ഓയിലുകൾ, ഇതിലൊന്നും ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓയിലുകളില്ല. എല്ലാം നമുക്ക് ഒരു ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം നമ്മളിത് ഒരുമിച്ച് ചൂടാക്കേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണും ഗ്വാർഗമും ഗ്ലിസറിനും. ഗ്വാർഗമാണ് മുടിക്ക് നല്ലത്, സാന്താൻഗമ അല്ല. ഇനി സാന്താൻഗമ ഉള്ളൂ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ സാന്താൻഗമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ റോസ്മേരി വാട്ടറിൻ്റെ ഒപ്പം ഗ്ലിസറിനിൽ അത് മിക്സ് ചെയ്തിട്ട് റോസ്മേരി വാട്ടറിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഗ്വാർഗമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യേണ്ട, ഇത് നമ്മൾ ഒരു ക്രീം പരുവത്തിലായി കഴിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമ്മൾ 2 അളന്നെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുക. ആദ്യം വാട്ടർ ബേസ് ആദ്യം വെക്കുക, അതിനുശേഷമാണ് നമ്മൾ ഓയിൽ ബേസ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. കാരണം നമുക്ക് ഈ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് സെപ്പറേഷൻ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ സെപ്പറേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. BTMS-50 മെൽറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അത് രണ്ടും നന്നായിട്ട് ടെമ്പറേച്ചർ ഒരുപോലെ ഒരു 70-71 ഒക്കെ ആകുമ്പോഴേക്കും ഓൾറെഡി BTMS-50 അത് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നോക്കാം, നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സെയിം ഇതിൽ വരുന്നുണ്ടോ നോക്കാം. ചില സമയത്ത് എനിക്ക് ഓയിൽ പെട്ടെന്ന് ചൂടായി, അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓയിലൊന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നീട് അത് വെള്ളത്തിലേക്ക് ഇറക്കി രണ്ടും ഏകദേശം നിറഞ്ഞിട്ട് ശേഷം നമ്മൾ ഓയിൽ വാട്ടറിലേക്ക് ഒഴിച്ചു. അതാ ഞാൻ ഓയിൽ വാട്ടറിലേക്ക് ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ചൂടോടുകൂടി നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചാലും ഈ പറഞ്ഞ മാതിരി സെപ്പറേഷൻ വരും. അതുകൊണ്ട് അത് കുറച്ച് നേരം നിൽക്കുക. ഒരു 45-50 ഒക്കെ ആവുമ്പോൾ അത് ഇതിൽ വെക്കാം കേട്ടോ. തണുത്ത വെള്ളത്തിൽ വെക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ആയി കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിലായാലും നമുക്ക് വെച്ചിട്ട് അത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാം. കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ബെറ്റർ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാന്ന് വെച്ചാൽ ഒത്തിരി നേരം നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇരിക്കേണ്ടി വരും. ഇനി നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് ഏകദേശം ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ഒന്നെടുത്ത് പൊക്കി അങ്ങനെ ചെറുതായിട്ട് നമ്മൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴേ ആ ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ സെപ്പറേഷൻ ഇല്ലാതിരിക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ബേസ് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഗ്ലിസറിനും ഗുവാർഗം ആഡ് ചെയ്ത് കൊടുക്കാം. ഗുവാർഗം ശരിക്കും പറഞ്ഞാൽ തിക്നെസ് കൂട്ടാനല്ല കേട്ടോ. നമ്മുടെ ക്രീമിന് ഓൾറെഡി ഈ BTMS-50 സിറ്റൈൽ ആൽക്കഹോൾ വന്നു കഴിയുമ്പോൾ ക്രീമിന് കണ്ടീഷണർക്ക് നല്ല തിക്നെസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുടിക്ക് വേണ്ടിയാണ്. ഓക്കെ, ഗ്ലിസറിനും ഗുവാർഗമും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വൈറ്റമിൻ ഇ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അത് മസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും സ്മെല്ലിന് വേണമെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഫ്ലവറി സ്മെല്ല് വേണോ, പക്ഷേ റോസ്മേരി ഉള്ളത് കൊണ്ട് ഒരു ഹെർബ്സ് ആയിട്ടുള്ളൊരു സ്മെല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റൈസ് പ്രോട്ടീൻ ഈ സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പ്രിസർവേറ്റീവും ആഡ് ചെയ്ത് കൊടുക്കണം. പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ മുൻപ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരു pH റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനുള്ളിലാണ് ഇത് ഇരിക്കുന്നതാണ്. കാരണം നമ്മൾ ഓരോ ഹെർബ്സ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ pH വേരിയേഷൻ വരും. അപ്പോൾ അത് ശരിക്കും വർക്ക് ആവില്ല. ഒന്നെങ്കിൽ അത് കേടായി പോകും, അല്ലെങ്കിൽ മുടിക്ക് അത് എഫക്റ്റീവായിട്ട് വരില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ വരുത്തുക. എന്നിട്ട് ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ചില പ്രിസർവേറ്റീവ് pH ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ pH മുകളിലേക്ക് കൊണ്ടുപോകും, അല്ലെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ pH താഴത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് pH ചെക്ക് ചെയ്തിട്ട് 5.6 റേഞ്ചിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി അടച്ചു വയ്ക്കും. ഇനി ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിക്കലി ട്രീറ്റ് ചെയ്ത് ചകിരിനാര് പോലെ മുടിയുള്ളവർക്ക് തലേ ദിവസം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീം ഇതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓയിലി തലയമാവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം സ്കാൽപ്പിൽ കുറച്ച് എണ്ണ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ ഫ്രൂട്ട് പാക്ക് ഇടുക. എന്നിട്ട് ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു കണ്ടീഷണർ ഷാമ്പു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഷാമ്പു ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനി അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കണ്ടീഷണർ ഉള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് മുടി തോർത്തി മുടിയിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതാണ്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് വിത്തിൻ ഫസ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഈ ക്രീം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്കും വളരെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് മതിയാവും. കാരണം അത്രയും തിക്കാണ്, അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൽ BTMS-50 ആണ് ഇതിലെ ഈ മുടിയിൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നത്. കാരണം BTMS-50 പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, നമ്മുടെ മുടി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പിടിച്ചു നിൽക്കും മുടിയുമേ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ കണ്ടീഷണർ എന്ന് പറയുന്നത് മുടി നല്ല സോഫ്റ്റ് ആക്കാനും മാനേജബിൾ ആക്കാനും ഒക്കെയാണ് കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന കണ്ടീഷണർ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവാറില്ല. നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും ഒക്കെ ആ ഇടുന്ന സമയത്ത് ഒരു റിസൾട്ട് കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ കണ്ടീഷണർ BTMS-50 അല്ലെങ്കിൽ BTMS-25 ഇത് രണ്ടേ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇതേ കിട്ടാനുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈവൻ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ പോലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട്, ആ മുടിമ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.